ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ അലീന കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് പൗലോസ് അവിടെ നല്ല പണിയിലായിരുന്നു. അങ്ങനെ അലീന വന്നത് പൗലോസിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം അവൾ കാരണം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുവരെ പൗലോസിൻ്റെ അണ്ടറിലായിരുന്നല്ലോ അടുക്കളയെല്ലാം, എല്ലാ പാചകങ്ങളും എല്ലാ കാര്യങ്ങളും അവനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അലീന വന്നപ്പം അവൾ മുക്കും മൂലയും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് അവരുടെ കള്ളത്തരത്തിനൊക്കെ ബാധിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ആർക്കും ഇപ്പം ധൈര്യത്തോടു കൂടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് തവണ പലതും മോഷ്ടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ആയിരുന്നു. പക്ഷെ അലീന വന്നപ്പം അതിനൊക്കെ ഒരു ലോക്ക് വീണിരിക്കുകയാണ്. കൂടാതെ പൗലോസ് തൻ്റെ ഇഷ്ടത്തിനായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. ഒരു സമയം കാലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അലീന അതൊക്കെ മാറ്റി. ഇപ്പോൾ 8 മണിക്ക് മുന്നേ എണീറ്റ് കിച്ചണിൽ കയറണം എന്നുള്ളൊരു റൂൾസ് അവൾ വെച്ചു. അതുകൊണ്ടൊക്കെ പൗലോസിന് ഭയങ്കര വെറുപ്പാണ് കേട്ടോ അലീനയെ. അങ്ങനെ അവൾ കിച്ചണിലേക്ക് വരുമ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം അവളുടെ ശ്രദ്ധയിൽ പെടുന്നത്. കാരണം കുറച്ച് പച്ചക്കറികൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവൾക്ക് അത് ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി അത് ആർക്കോ കൊണ്ടുപോകാനായിട്ട് അവർ വെച്ചതാണ്, അല്ലെങ്കിൽ മോഷ്ടിക്കാനായിട്ട് വെച്ചതാണ്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട് പൗലോസിനോട്, ഇതെന്താ ഇത്തരം പച്ചക്കറികളൊക്കെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ പൗലോസിന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവൾ ചോദിച്ചത്. അപ്പോൾ പൗലോസ് ഒരു താല്പര്യമില്ലാത്ത പോലെ പറയുന്നുണ്ട്, അത് ഇന്നലെ വാങ്ങിയ പച്ചക്കറികളാണ്, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അതിലവൾ ഞെട്ടാണ്. കാരണം ഇന്നലെ വാങ്ങിയ പച്ചക്കറികൾ ഏത് വീട്ടിലും ഉപയോഗിക്കാതെ വലിച്ചെറിയാറില്ലല്ലോ, അതിനാണല്ലോ ഫ്രിഡ്ജ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലെ വാങ്ങിയ പച്ചക്കറി എന്തിനാണ് ഒഴിവാക്കുന്നത്? അപ്പം പൗലോസ് താല്പര്യമില്ലാത്ത പോലെ പറയുന്നുണ്ട്, അതോ ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഇന്നലെ വാങ്ങിച്ച പച്ചക്കറികളൊന്നും യൂസ് ചെയ്യാറില്ല. പൗലോസ് കൊടുത്ത ആൻസർ അലിനയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ, തലേദിവസമൊക്കെ പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ദിവസം യൂസ് ചെയ്യില്ലേ, ഇതെന്താ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് എന്നവൾ ആശ്ചര്യത്തോടെ ചോദിച്ചിട്ട് അതിങ്ങനെ നോക്കുമ്പം അവൾ പറയുന്നുണ്ട്, ഇതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് കണ്ടില്ല ക്യാരറ്റ്, അതിലൊരു വര വീണിട്ടില്ലേ, പിന്നെ അതിൽ കുറച്ച് പൊട്ടലുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ ഉപയോഗിക്കില്ല, ഇവിടുത്തെ സാറിന് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾ തക്കാളി എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ തക്കാളിക്ക് എന്താ പ്രശ്നം? അതോ അതിലൊരു പുണ്ണ് പോലത്തെ ഭാഗം കണ്ടില്ല, പിന്നെ അതിൻ്റെ തൊലിപ്പുറത്തൊക്കെ എന്തൊക്കെയോ കുത്തും കോമയൊക്കെ ഉണ്ട്, അതൊന്നും കേണൽ സാബിന് ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ അലീന ഷോക്കാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം പച്ചക്കറികൾ എടുക്കാൻ ഞാൻ പോരും, നല്ല പച്ചക്കറികൾ കിട്ടുമല്ലോ. അത് കേട്ടപ്പം പൗലോസ് ഇഷ്ടപ്പെടാത്ത രീതിക്ക് പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് ഇവിടെ, ഞങ്ങളിതൊന്നും യൂസ് ചെയ്യാറില്ല, അത് അന്നന്ന് ദിവസം പച്ചക്കറികൾ ഉപയോഗിക്കും, ബാക്കി വരുന്നത് കളയും, അല്ലാതെ പിന്നീട് അത് ഉപയോഗിക്കാറില്ല. ഇവിടുത്തെ കേണൽ സാബിന് അതാണ് ഇഷ്ടം, അതിന് കൊച്ചെന്തിനാണ് ഇടപെടുന്നത്? പിന്നെ കേണൽ സാബിന് അത്ര ദാരിദ്ര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അന്നാന്ന് വാങ്ങുന്ന പച്ചക്കറി അന്നാന്ന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അലീനയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൾ കൈ കെട്ടി നിന്നിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് കൂർപ്പിച്ച് അവനെ നോക്കുന്നുണ്ട്. അവൾ വിടാനുള്ള ഭാവമില്ല, അതാണ് ആ നിൽപ്പിന്റെ ഉദ്ദേശം. അത് പൗലോസിന് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ അവളോട് ദേഷ്യം ഇരട്ടിക്കുകയാണ്. അപ്പോഴാണ് അവൾ സൈഡിൽ കുറച്ച് കവറിൽ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചത് കണ്ടത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ മാറ്റി വെച്ച് കെട്ടിവെച്ചിരിക്കുന്നത്? അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതിവിടെ ബാക്കി വന്ന സാധനങ്ങളാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ബാക്കി വരും? ഇതൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ, പിന്നെ എങ്ങനെ അത് ബാക്കി വരുന്നതാകുക? അത് കേട്ടപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇവിടെ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് അത് പിന്നെ ബാക്കി വന്നു കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കാറില്ല, കേണൽ സാബിന് അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. എന്നിട്ട് പൗലോസ് ഇഷ്ടപ്പെടാത്ത രീതിക്ക് കുറച്ച് ദേഷ്യത്തോട് കൂടെ പറയുന്നുണ്ട്, കുഞ്ഞെന്തിനാ വെറുതെ ഓരോ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്? കുഞ്ഞിപ്പോൾ വന്നതല്ലേ, ഇവിടെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്, കേണൽ സാബിൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളൊക്കെ എനിക്കറിയാം, ഇത്രയും കാലം ഞാൻ തന്നെ ആയിരുന്നല്ലോ എല്ലാം ചെയ്തത്, ഇനിയും അങ്ങനെ മതി, ഇതുവരെ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എന്തിനാ കുഞ്ഞ് വന്ന് വെറുതെ ഇടപെടുന്നത്? കുഞ്ഞ് ഇന്നോ നാളെയോ പോകും, പിന്നെ ഞാൻ തന്നെ വേണ്ട ഇവിടെ ഇനി ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ, അതുകൊണ്ട് വെറുതെ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, അകത്ത് പോയി ഇരുന്നൂടെ. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എത്ര കാലം ഇവിടെ ഉണ്ടായിരിക്കും അത്രയും കാലം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, പൗലോസേട്ടന് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും എന്നവൾ ഭയങ്കര കൂർപ്പിച്ച് നോട്ടത്തോടു കൂടിയും അതുപോലെ തന്നെ നല്ല ഉറച്ച ശബ്ദത്തോടും കൂടിയാട്ടോ പറയുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, പൗലോസേട്ടൻ്റെ ഇത്തരം ധാരാളിത്തൊന്നും ഇവിടെ നടക്കില്ല എന്തായാലും, അത് ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ പൗലോസ് ഈർഷ്യയോടെ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ നോക്കിക്കേ, ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ഇവിടത്തൊക്കെ ഉണ്ടാക്കി, ഇനി അത് തുടരുകയും ചെയ്യും, വെറുതെ എന്തിനാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് കേട്ടപ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ ഉള്ള കാലത്തോളം പൗലോസേട്ടനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, പൗലോസേട്ടൻ ഇനിയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് ഈ അലീനെ പഠിപ്പിച്ച് തന്നെ തരും എന്നും പറഞ്ഞ് അവൾ അവിടെ ദേഷ്യത്തോടു കൂടെ പോവാണ് കേട്ടോ. പൗലോസ് ആണെങ്കിൽ വല്ലാത്ത ഈർഷ്യയോട് കൂടെ അവളെങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും പെട്ടു എന്നുള്ളൊരവസ്ഥ അവർക്ക് എല്ലാവർക്കും തോന്നി തുടങ്ങി. ഇത്രയും കാലം തങ്ങൾ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റയടിക്ക് പിടിക്കപ്പെടാണല്ലോ, അതൊക്കെ അവളെ പിടിച്ച് കേണൽ സാബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തെറിക്കും, അതുറപ്പാ. അലീനയാണെങ്കിൽ ബാൽക്കണിയിലേക്ക് പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും. അവരെന്തിനായിരിക്കും പച്ചക്കറി കെട്ടിവെച്ചത്? ആ വേലക്കാരിക്ക് കൊടുക്കാനായിരിക്കും, അതുപോലെ തന്നെ അവരെല്ലാവരും കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ആൻ്റപ്പനും എല്ലാവരും കള്ളന്മാരാണ്, ഇതൊരിക്കലും സമ്മതിച്ചുകൂടാ. ഇവിടെ പപ്പയെ ഇങ്ങനെ ചതിച്ചുകൊണ്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതെന്തായാലും കൺട്രോൾ ചെയ്തേ പറ്റൂ, ഇതെന്തായാലും ഇനി സമ്മതിക്കരുത് എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവതുകുട്ടിയാണെങ്കിൽ പുറത്തിരുന്ന് റോയിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ റോയി കോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്നതാ അപ്പച്ചൻ എന്ന് പോയതാ? 2-3 ദിവസമായല്ലോ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ ആളാണല്ലോ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്, എന്ത് പറ്റി, പോയ കാര്യം എന്തായി? അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, എടാ റോയിച്ച, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, ആ കൊച്ചില്ലേ അത് ലാലിച്ചൻ്റെ മകള് തന്നെയാണ്, ഞാൻ വിചാരിച്ച പോലെ ഇന്നല്ല റോയിച്ച കാര്യങ്ങളുടെ കിടപ്പ്. അത് കേട്ടപ്പോൾ റോയിക്ക് ദേഷ്യം വന്നിട്ട് റോയി ചോദിക്കുന്നുണ്ട്, അതെന്നതാ അപ്പച്ച ആ കൊച്ചിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ലാലിച്ചൻ്റെ മകളാണെന്നുള്ളത്? അത് കേട്ടപ്പോൾ അവതക്കുട്ടിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേടാ അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്
ലാലിച്ചൻ്റെ മകളാണെന്ന്. അത് കേട്ടപ്പോൾ റോയ് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഇവിടുന്ന് പോകുമ്പോൾ എന്തൊരു വീറും വാശിയായിരുന്നു, അവളെ ഇപ്പം തന്നെ ഇറക്കി വിടണം എന്തൊക്കെയായിരുന്നു, പക്ഷേ ഇപ്പം അപ്പച്ചൻ അവിടെ കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് അവളെ നേരിട്ട് കാണുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അവളെ ഇറക്കി വിടാത്തതെന്നുള്ളത്. മാത്രമല്ല അവളെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് അവളെ കാണണം, നമ്മുടെ സ്വന്തം കുട്ടിയാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ റോയ് നെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്നതൊക്കെയാണ് പറയുന്നത്, എന്താ അപ്പച്ചന് പറ്റിയത്, ഇതായിരുന്നല്ലോ അപ്പച്ചൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ നടക്കുന്ന കേസാണോ, അതൊക്കെ ശരിയാവോ, പിന്നെ ആ കൊച്ചിനെ നമ്മളെ കുടുംബത്തിലേക്ക് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞല്ലോ, ഇത് ലാലിച്ചൻ്റെ ഫാമിലി അറിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം, ഭാര്യ മക്കളും അവരൊന്നും അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അപ്പച്ചനെ ആയിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുക, പള്ളിക്കാരും പട്ടക്കാരും എല്ലാവരും അറിയില്ലേ, കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവരോടൊക്കെ എന്ത് പറയും. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതൊരു പാവം കൊച്ചാണ്, അതെന്റെ ലാലിച്ചന്റെ മോള് തന്നെ, എനിക്ക് ഉറപ്പാണ്, ഞാൻ അവളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഒടുവിൽ റോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് റോയ് പറയുന്നുണ്ട്, അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞു പോയത്, ഇപ്പം അപ്പച്ചന്റെ മനസ്സ് മൊത്തം മാറിയല്ലോ, ഇനി ഞാനൊന്നും പറയുന്നില്ല, അപ്പച്ചൻ ഇഷ്ടമുള്ള പോലെ അപ്പച്ചൻ ചെയ്യും, എന്തായാലും ഇത് പ്രശ്നം എന്നുള്ളത് കാര്യം ഉറപ്പാണ്, ഇത്രയൊക്കെ മനസ്സ് മാറും ഒരാളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് റോയ് ഫോൺ വെക്കുകയാണ് കേട്ടോ ദേഷ്യത്തോട് കൂടെ. അപ്പം അവതക്കുട്ടി ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഭാവിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്തായാലും പേടിക്കേണ്ട കുറേ സംഭവങ്ങൾ ഇനി ഉണ്ടാവും, അത് ഉറപ്പാണ്, അതൊക്കെ തരണം ചെയ്യേണ്ടി വരും, അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അലീനയാണെങ്കിൽ ബാൽക്കണിയിൽ ഭയങ്കര ആലോചനയിലാണ് കേട്ടോ. ഇത്രയും കാലം കേണൽ സാബിന് ഇവരെല്ലാവരും പറ്റിക്കായിരുന്നു, കേണൽ സാബ് ഒന്നും അറിയാതെ അവരെ ഇത്രയും സ്നേഹിച്ചു, അവർക്ക് പൈസ എല്ലാം കൊടുത്ത് ശമ്പളമൊക്കെ കൊടുത്ത് അവരെ നോക്കുന്നു, പക്ഷെ അവർ ചെയ്യുന്നതോ അവർ ഇത്രയും കാലം കേണൽ സാബിനെ പൊട്ടനാക്കിയിട്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അവൾ തിരിച്ചു മറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ആൻ്റപ്പനോടും പൗലോസിനോടും ആ ഒരു വേലക്കാരിനോടും എല്ലാവരോടും അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റിക്കാൻ പറ്റുമോ, അവർക്ക് കണക്കിലേറെ ശമ്പളം വരെ കേണൽ സാബ് കൊടുക്കുന്നുണ്ട്, ആർക്കും ഇത്രയൊന്നും ശമ്പളം എവിടെയും കിട്ടുന്നില്ല, എന്നിട്ട് പോലും അവർ വളരെയധികം പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കേണൽ സാബിനെ എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും സമ്മതിച്ചുകൂടാ, ഇതെന്തായാലും അനുവദിക്കാൻ പറ്റില്ല, ഒരു തീരുമാനം ഉണ്ടാക്കി പറ്റൂ എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് അവതക്കുട്ടി വരുന്നത്. അപ്പോൾ അവതക്കുട്ടി കാണുന്നുണ്ട് ഇവളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അപ്പച്ചനോടും കൂടെ പറ, എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്. അപ്പച്ചൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇവിടെയുള്ള വേലക്കാരികളെല്ലാവരും പപ്പയെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്നതാ മോളെ, അതോ ഞാൻ ഇന്ന് കിച്ചണിലേക്ക് ചെന്നപ്പോഴേ കുറച്ച് പച്ചക്കറികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറയാം അത് തലേ ദിവസം വാങ്ങിയതാണ്, അപ്പോൾ അത് പിറ്റേ ദിവസം ഉപയോഗിക്കില്ല എന്ന്, എന്നിട്ടത് കളയാൻ വെച്ചേക്കോ. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഓ അതാണോ, അത് ലാലിച്ചൻ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവില്ല മോളെ, ഈ ചീഞ്ഞതൊന്നും അവൻ കഴിക്കുന്നുണ്ടാവില്ല, അതായിരിക്കും കുറച്ച് ചീഞ്ഞതാണെങ്കിലും കൊണ്ട് കളയുന്നത്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ അങ്ങനെയൊന്നുമല്ല വല്യപ്പച്ച, അത് അത്ര ചീഞ്ഞിട്ടൊന്നുമില്ല, നല്ല പച്ചക്കറികൾ തന്നെയാണ്, ഇന്നലെ വാങ്ങിയ പച്ചക്കറി എങ്ങനെ ഇന്ന് ചീഞ്ഞു പോകുന്നേ, ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ നല്ലത് നോക്കി വാങ്ങിക്കണം, ഇതെനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ അവളിങ്ങനെ അവതക്കുട്ടിയോട് പറയാണ്. അത് മോളെ ലാലിച്ചനൊരു പ്രത്യേക സ്വഭാവമാണ്, അവൻ്റെ സ്വഭാവത്തിന് നമുക്ക് ദേഷ്യം വരും, അതുകൊണ്ടായിരിക്കാം പൗലോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, പൗലോസിന് അവൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അത് അവൻ മാറ്റത്തുമില്ല, പിന്നെ ഞാൻ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാറുമില്ല, പപ്പയ്ക്ക് നല്ലോണം പൈസ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ധാരാളിത്തം, ഈ നാട്ടിൽ എത്ര കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ കഴിയുന്നുണ്ടെന്നറിയാവോ, എന്നിട്ടാണോ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്രയും പച്ചക്കറികൾ വാങ്ങി കളയുന്നത്, അത്തരം ഒരു നാട്ടിലല്ലേ പപ്പ ജീവിക്കുന്നത്, ആ ഒരു ബോധം പോലുമില്ലേ, ഞങ്ങളൊക്കെ ഓർഫണേജിൽ എത്ര പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയാവോ, അപ്പോഴൊക്കെ ആഗ്രഹിക്കും ആരെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അലീന ഓർഫണേജിൻ്റെ കാര്യം പറയുമ്പോൾ അവതക്കുട്ടിക്ക് വിഷമമാണ് കേട്ടോ, അത് മാത്രമല്ല അവളും കൂടുതൽ വിഷമിക്കും, അത്രയും നേരം നല്ല രീതിക്ക് നിന്ന് അലീന പെട്ടെന്ന് കരയും, അത് അവതക്കുട്ടിക്ക് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവതക്കുട്ടി പറഞ്ഞു, മോളെ നീ ഇപ്പോൾ ഓർഫണേജിൻ്റെ കാര്യം ഒന്നും ആലോചിക്കല്ലേ, അത് വിട്ട് കളഞ്ഞതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, ഇപ്പം എന്തായാലും നല്ലൊരു ജീവിതം കിട്ടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് അവതക്കുട്ടിയെ നോക്കുകയാണ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം അവതക്കുട്ടിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവതക്കുട്ടി തല ആദ്യം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, വല്യപ്പച്ചൻ എന്തായി പറയുന്നത്, ഓർഫണേജിനെ ഞാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അലീനില്ല, അലീന മരിച്ചു എന്നാണ് അർത്ഥം, മാത്രമല്ല ഇത്രയും കാലം ഞാൻ അവിടെ ആയിരുന്നല്ലോ, അപ്പം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ആ ഓർഫണേജ്, മാത്രമല്ല ഞാൻ ഇന്ന് വല്യപ്പച്ചൻ്റെ മുന്നിൽ ഇതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഓർഫണേജിന് വലിയൊരു പങ്കുണ്ട്. അവളതൊക്കെ പറയുമ്പം അവതക്കുട്ടി തല കുമ്പിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അലീന അവിടുത്തെ വേലക്കാരുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ പോവുകയാണ്. കട്ടയ്ക്ക് എന്തായാലും അവതക്കുട്ടി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് കേട്ടോ, കാരണം അലീനയുടെ കൂടെ എല്ലാത്തിനും അവതക്കുട്ടി നിൽക്കുന്നുണ്ട്, പക്ഷേ സ്റ്റാലിനെ നമ്മൾ ഭയക്കണം, സ്റ്റാലിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ആൻ്റപ്പൻ്റെയും ബൈജുവിൻ്റെയും പൗലോസിൻ്റെയൊക്കെ കള്ളത്തരം അവൾ ഇപ്പോൾ അടുത്ത് തന്നെ പൊളിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ബൈ, താങ്ക്